നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. ആ സത്യവാങ്മൂലത്തിൽ ചില കുരുക്കുകളുണ്ട്. ഈ കേസ് അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് CBI നിലപാട് വ്യക്തമാക്കിയതോടെ അക്ഷരാർത്ഥത്തിൽ വിറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ CPM പാർട്ടി. CBI അന്വേഷണം ആവശ്യമില്ലെന്നും പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചു. എന്നാൽ കേസ് ഡയറി പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ നിലപാടെടുക്കുമെന്നാണ് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞത്. കേസ് ഡയറി ഹാജരാക്കാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പോലീസ് കേസ് ഡയറി ഇതുവരെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയില്ല. അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. ജസ്റ്റിസ് കൗസർ ഇടപ്പക്കത്താണ് ഇക്കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചത്. നേരത്തെ ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആയിരുന്നു ഈ കേസ് ആദ്യം പരിഗണിച്ചത്. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ നിലവിൽ തെളിവുകളൊന്നുമില്ല എന്ന് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ബന്ധുക്കൾ വരാൻ വൈകിയതുകൊണ്ടാണ് ഇൻക്വസ്റ്റ് സ്വതന്ത്രരായ 5 പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയത്. CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുണ്ട്. പോലീസ് ഹൈക്കോടതിയിൽ ഒരു വിശദമായ സത്യവാങ്മൂലം നൽകി. പല കാര്യങ്ങളും പോലീസിനെ തന്നെ തിരിഞ്ഞുകുത്തുന്നത്. അതിനിടയിൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ മറ്റു പരിക്കുകളില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തലയോട്ടിക്ക് പരിക്കില്ല, വാരിയലുകൾക്ക് ക്ഷതമില്ല, ഇടത് ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല. തരുണാസ്ഥി, കശേരുക്കൾ എന്നിവയ്ക്കൊന്നും പരിക്കില്ല. അന്നനാളം സാധാരണ നിലയിലായിരുന്നു. നവീൻ ബാബുവിന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. മൂക്ക്, വായ, ചെവി എന്നിവയ്ക്ക് പരിക്കുകളില്ല. ചുണ്ടിന് നീല നിറമായിരുന്നു. പല്ലുകൾക്കും മോണകൾക്കും കേടില്ല. നാവ് കടിച്ചിരുന്നു. വിരലിലെ നഖങ്ങൾക്ക് നീല നിറം. ശരീരം അഴുകിയതിന്റെ ലക്ഷണങ്ങളില്ല. വയറും മൂത്രാശയവുമൊക്കെ ശൂന്യമായിരുന്നു. സുഷുപ്ന നാഡിക്ക് പരിക്കുകളില്ല. മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 0.5 സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നുവെന്നും കയറിന്റെ നീണ്ട ഭാഗത്തിന് 103 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കയറിന് 30 സെന്റിമീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗമുണ്ടായിരുന്നു. കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്തിന് 22 സെന്റിമീറ്റർ നീളം. ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 12:40-നും 1:50-നും ഇടയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. എന്നാൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അനുബന്ധ ഭാഗമായി ചേർത്തിരിക്കുന്നു. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചില്ല. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യാതൊരുവിധ സൂചനയുമില്ല. ആന്തരിക അവയവങ്ങൾ ഒന്നും സൂക്ഷിച്ചിട്ടില്ല എന്ന് കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ. നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. നവീൻ ബാബുവിന്റെ ആന്തരിക അവയവങ്ങൾ എന്തുകൊണ്ട് വിശദ പരിശോധനയ്ക്ക് അയച്ചില്ല? അന്വേഷണം പക്ഷപാതപരമാണ് എന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണമെന്നാണ് ഇന്നലെ ഹൈക്കോടതി മഞ്ജുഷയോട് പറഞ്ഞത്. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളുണ്ടോ എന്നും കോടതി ചോദിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് നവീൻ ബാബുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് ദഹിപ്പിച്ചു കളഞ്ഞു. തെളിവുകളൊന്നും ബാക്കിയായില്ല. കേസ് വാദത്തിനെടുത്തപ്പോൾ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന വാദമായിരുന്നു സർക്കാർ ഉയർത്തിയത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് എന്നും സർക്കാർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ അടിമുടി ദുരൂഹതകൾ നിലനിൽക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ എന്തുകൊണ്ട് ധൃതി പിടിച്ച് നടത്തി എന്നതിന് ഉത്തരം നൽകുന്നത് സർക്കാർ ഒരു വിചിത്ര രീതിയിലാണ്. പത്തനംതിട്ടയിലാണ് ബന്ധുക്കൾ. അവിടെ നിന്ന് കണ്ണൂരിലേക്ക് എത്താൻ 12 മണിക്കൂറോളം സമയം വേണം. 15 മണിക്കൂർ സമയമെടുത്തു ബന്ധുക്കളെത്താൻ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും ഒക്കെ പൂർത്തിയാക്കിയത്. നവീൻ ബാബുവിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ച് ബന്ധുക്കൾ എത്തിയതിനു ശേഷം എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്ന ചോദ്യത്തിന് പോലീസിന് ഉത്തരമില്ല. പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇതാണ് സത്യവാങ്മൂലത്തിലെ വിശദഭാഗങ്ങൾ. ഒക്ടോബർ 15 രാവിലെ 10:45-നും 11:45-നും ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. 15 രാത്രി 11 മണിയോടെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാർ, നവീൻ ബാബുവിന്റെ ഭാര്യ, കുട്ടികൾ എന്നിവരുടെയൊക്കെ മൊഴിയെടുത്തു അന്വേഷണ സംഘം. വിരലടയാളമടക്കം ശേഖരിച്ചിട്ടുണ്ട്. നവീൻ ബാബു ഉപയോഗിച്ച 2 ഫോണുകളും കണ്ടെടുത്ത് കോൾ വിവരങ്ങൾ പരിശോധിച്ചു.
പെട്രോൾ പമ്പ് തുടങ്ങാനായി പ്രശാന്തൻ നൽകിയ അപേക്ഷയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശേഖരിച്ചു. നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്നും പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുനീശ്വരൻ കോവിലിൽ നിന്നും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. എന്നാൽ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നില്ല എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇക്കാര്യം റെയിൽവേ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെ വൈരുദ്ധ്യമാണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് പോലീസ് ഹൈക്കോടതിയിൽ നൽകുന്നത് വഴി. ഇനിയാണ് ഏറെ വിചിത്രമായ ചില വിശദീകരണങ്ങൾ. കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന ഹർജിക്കാരിയുടെ സംശയം അന്വേഷിക്കുകയാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TM പ്രജീതിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇതിൽ തൂങ്ങിമരണമെന്നാണ് കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റ് തെളിവുകളൊന്നുമില്ല. കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞില്ല. ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകളില്ല. നവീൻ ബാബു താമസിച്ചതിന്റെ 30 മീറ്റർ ചുറ്റളവിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമല്ല. മരണം നടന്ന് 5 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടത്തണം എന്ന് സർക്കുലറിൽ പറയുന്നു. ഒക്ടോബർ 15-ാം തീയതി രാത്രി 11 മണിക്കാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. സംഭവത്തെക്കുറിച്ച് വിവരം നൽകി 15 മണിക്കൂറിന് ശേഷം. പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് എത്താൻ 12 മണിക്കൂർ യാത്രയുണ്ട്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ പറഞ്ഞിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ പറ്റിയ അവസ്ഥയിലുമായിരുന്നില്ല. ആത്മഹത്യാക്കുറിപ്പ് നശിപ്പിച്ചു, ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾക്ക് ഒരുവിധ അടിസ്ഥാനവുമില്ല. പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയില്ല. 2 ഫോണുകളിലും ആത്മഹത്യാക്കുറിപ്പില്ല. പ്രശാന്തനെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള ഒരുവിധ തെളിവും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. നവീൻ ബാബുവിനെ അപമാനിക്കുക മാത്രമായിരുന്നു PP ദിവ്യയുടെ ലക്ഷ്യം. നവീൻ ബാബുവിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ PP ദിവ്യ യാത്രയയപ്പ് യോഗത്തിൽ കടന്നുകയറുകയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ തുറന്നു കാട്ടുമെന്ന ഭീഷണി മുഴക്കി. അത് റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് നവീൻ ബാബു ജീവനൊടുക്കിയെന്നാണ് ഇപ്പോൾ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. നാരായണൻ വഴി ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷിയായ CPM അല്ലെന്നെടുത്തു പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമായി പറയുന്നു. അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പ്രതികളെ പിടികൂടേണ്ടതുണ്ട്. അതുകൊണ്ട് CBI അന്വേഷണം ആവശ്യമില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. കണ്ണൂർ DIGയുടെ മേൽനോട്ടവുമുണ്ട്. എന്തിനേറെ പറയുന്നു, സർക്കാരും പോലീസും ഒക്കെ ചേർന്ന് ഈ കേസ് CBIയുടെ കൈകളിലേക്ക് ചെല്ലാതിരിക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലോബിയും മാഫിയകളുമൊക്കെ തൽക്കാലം സുരക്ഷിതരാണ് എന്ന് തോന്നൽ അവരുടെ ഉള്ളിൽ. നീതിയുടെ ഇടപെടലുകൾ തുടക്കം മുതൽ ഈ കേസിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടു. അത് ദൈവത്തിന്റെ ഇടപെടൽ തന്നെയാണ്. ഇപ്പോൾ ഹൈക്കോടതിയിലൂടെ PP ദിവ്യയിലേക്കും PP ദിവ്യയ്ക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന മാഫിയകളിലേക്കും CBI അന്വേഷണം എത്തും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. നെഞ്ചിടിപ്പിന്റെ ദിവസങ്ങളാണ് പ്രതികളെ സംബന്ധിച്ച്. ആ ഒളിച്ചിരിക്കുന്ന കൊലപാതകികളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു CBI അന്വേഷണം നവീൻ ബാബു മരണത്തിൽ അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.